നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഈ അടുത്തായി നടക്കുന്ന ബി.ജെ.പിയുടെ ഒരു പ്രവണത നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ബി.ജെ.പിയുടെ തെറ്റായ പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെടുത്തി ബി.ജെ.പി എം.എൽ.എയും എം.പിയും എന്തിനേറെ പറയണം മന്ത്രിയടക്കം സ്ത്രീകളെ അപമാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് തുടർക്കഥയെന്നോണം അടുത്ത ബി.ജെ.പി നേതാവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൽബുർഗി ഡെപ്യൂട്ടി കമ്മീഷണറായ ഫൗസിയ തരാനും എന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് എൻ രവികുമാർ എന്ന ബി.ജെ.പി നേതാവ് വിദ്വേഷ പരാമർശം നടത്തിയത്. ഫൗസിയ IAS ഓഫീസർ ആണോ എന്നും പാകിസ്ഥാനിൽ നിന്നാണ് അവർ വരുന്നത് എന്നുമായിരുന്നു രവികുമാറിന്റെ പരാമർശം. ഇതിനെ തെല്ലും ബുദ്ധിയില്ലാത്ത ബി.ജെ.പി പ്രവർത്തകർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കയ്യടി കേട്ടാൽ തന്നെ അവർ പാകിസ്ഥാനിയാണെന്ന് ഉറപ്പാണെന്നാണ് രവികുമാർ പറഞ്ഞത്. ഈ പരാമർശം വിവാദമായതോടെ രവികുമാറിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ ബി.ജെ.പി നേതാവ് മാപ്പ് പറയണമെന്നാണ് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ മേലുള്ള FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രവികുമാർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശം നടത്തിയ മധ്യപ്രദേശ് ബി.ജെ.പി മന്ത്രിയുടെ അവസ്ഥ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ഹൈക്കോടതി ഈ ബി.ജെ.പി നേതാവിന് കണക്കിന് കൊടുക്കുകയും ചെയ്തു. ഇത്തരം പരാമർശങ്ങളാണോ ഒരു നേതാവ് നടത്തേണ്ടതെന്നും മധ്യപ്രദേശ് മന്ത്രിയോട് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമല്ലോ എന്നും രവികുമാറും വ്യത്യസ്തനല്ല, ഇത്തരത്തിലൊരു പരാമർശവുമായി ഒരു നേതാവും നടക്കാൻ പാടില്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ പരാമർശം നടത്തിയ നേതാവിന് ഇതൊരു സ്ഥിരം പരിപാടി തന്നെയാണ്. പട്ടികജാതി വിഭാഗക്കാർക്കെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുമുള്ള പരാമർശത്തിന് രവികുമാറിനെതിരെ മുൻപ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. രവികുമാറിനെതിരെ കർണാടക കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ്. ബി.ജെ.പി നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുകയാണെന്നും ഇത് ഇവരുടെ ജീർണിച്ച മനസ്ഥിതിയാണ് വെളിപ്പെടുത്തുന്നതെന്നുമാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഖാർഗെ വിമർശിച്ചത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്നവരെ ഇന്ത്യക്കാരെന്ന് വിശേഷിപ്പിക്കാൻ ആകുമോ എന്നും പ്രിയങ്ക ഖാർഗെ ചോദിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ രാജ്യം മുഴുവൻ കുഞ്ഞൂർ വിജയ് ഷാ എന്ന മന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നും അയാളുടെ ക്ഷമാപണം മുതലക്കണ്ണീർ മാത്രമാണെന്നും സുപ്രീം കോടതി വിമർശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നിലവിൽ പരാമർശം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ. ഒരു ബി.ജെ.പി നേതാവിന്റെയും MLA-യുടെയും MP-യുടെയും മന്ത്രിമാരുടെയും ഒക്കെ ചിന്താഗതി എത്ര തരം താണ രീതിയിലാണെന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.